ഗൈസ് ഞങ്ങൾ ഈ ടെൻറ്റിൻ്റെ അകത്താണ്. എന്താ മീനമ്മ കണ്ടു എന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹലോ സുഹൃത്തുക്കളെ, പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഡെക്കാത്തലോണിൽ ഈ ടെൻറ്റിൻ്റെ അകത്ത് ഒരു ഉഗ്ര സ്ഥലത്താണ് കിടക്കുന്നത്. ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി. ഈ സാധനം വീട്ടിൽ വെച്ച് ഞാൻ മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നത്. ഒരു AC ഫിറ്റ് ചെയ്തു. AC പുറത്ത് വെച്ചിട്ട് AC-യുടെ കാറ്റ് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. എന്ത് രസമായിരിക്കും. ഓളി സാധനം തെളിൽ ആരൊക്കെ നോക്കി. ഇത് ആര്യ ആദർശ് കെട്ടക്കണ്. ഒരു ഹായ് പറഞ്ഞ ആവശ്യം എന്നാ ലുക്കാണ്. പക്ഷേ സൂപ്പർ ഇട്ടാ. ആര്യപ്പെണ്ണ ഇറങ്ങിക്കോ. ആര്യ ഇറങ്ങിട്ടാ. ആര്യ ആദ്യമേ ചോദിച്ചതേ ഇതിലേക്ക് കയറാവോ, കയറാൻ പോവോ, ഒരു വഴക്ക് പറയില്ലേ, കേട്ടില്ലേ? അങ്ങനെ പറയരുത്. തുള്ളിച്ചാടാതിരി, അവർ ഓടിച്ചിടും. പിന്നെ അച്ഛൻ ഇതൊക്കെ എല്ലാം വാങ്ങിക്കാൻ പറയും. കീറിപ്പോയി കേട്ടിട്ടേ സീനാവും. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു സെൽഫി എടുത്തിട്ട് ഇറങ്ങാം. കമ്മ കമ്മ നിന്റെ ചപ്പലത്തെ നൈസാണ് ആര്യ. എനിക്ക് ഇഷ്ടപ്പെട്ടാ. അമ്മക്കിത്തിരി കൊടുക്കട, അമ്മക്കിത്തിരി കൊടുക്കട, കൊടുക്കട. നമുക്ക് കുറച്ച് കൊടുക്ക്. ആര്യപ്പെണ്ണി ആര്യ എങ്ങനെയുണ്ട്? പോയി വരും. അപ്പോൾ എല്ലാവർക്കും ദീപാവലി വാഴ്ത്തുക്കൾ നൻപാ. ഒരു ദീപാവലി സ്വീറ്റ്സ് കഴിക്കും. ബാക്കി നമുക്ക് ദീപാവലിയുടെ ആഘോഷങ്ങൾ കാണാം. അപ്പം എല്ലാവർക്കും ദീപാവലി വാഴ്ത്തുക്കൾ. ആ അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആലുവയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ വീട്ടിലെത്തി. ഒരാവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഇന്ന് ദീപാവലി ദിവസമാണ്. അപ്പോൾ അതേ ഇവിടെ ചെറിയ ചെറിയ ചിരാതൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ദീപം കൊളുത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതേ അമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. എന്താ ചിരാതിന് തിരി കൊടുത്തണേ. ആര്യപ്പെണ്ണ ഇല്ലേടി? നോക്കില്ല മാമ. മൾട്ടിയോ മതലിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കണ്ടത് ഈ മതലിലൊക്കെ എല്ലാത്തും വെച്ചിട്ടുണ്ട്. ഓ, നിങ്ങൾ വൻ സെറ്റപ്പ് ആണല്ലോ. അതൊക്കെ അവിടെ കണ്ട് മേളിൽ വെച്ചാ ഇല്ലല്ല. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ആര്യയും ആദർശും മാൾട്ടിയൊക്കെ കൂടി ഒരു കുഞ്ഞു വാഴ നട്ടൊരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. കണ്ടില്ലെങ്കിൽ ചാനലിലുണ്ട്, കയറി കണ്ടോളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും ചെയ്ത് ഷെയർ ചെയ്ത് കാണുക. അപ്പോൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ കൊല കണ്ടില്ലേ? ഈ വാഴ ഇവിടെ അവർ നട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വാഴ വലുതായി കൊലച്ചു. അതിന്ന് വെട്ടി അതിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. അല്ലാതെ നല്ല നാടൻ വാഴ. മുപ്പ കണ്ടില്ലേ? സെറ്റപ്പല്ലേ? കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേങ്ങാടും നന്നായിട്ട് പഴുക്കും. ഈ വളമൊക്കെ ഇട്ട് നല്ല ഈ എന്താ പറയുക, രാസവളങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ അച്ചായി തന്നെ ഡെവലപ്പ് ചെയ്ത വളങ്ങളൊക്കെ ഇട്ട് ശരിയാക്കിയതാണ്. അപ്പോൾ ഗംഭീര ടേസ്റ്റാണ് കേട്ടോ കേസ്. പഴം പുഴുങ്ങി ഒരെണ്ണം കഴിക്കണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. ആര്യപ്പെണ്ണൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി ദീപാവലിക്ക് തിരികൊളുത്തിട്ടുണ്ട് ചിരാതിൽ. അപ്പോൾ നമുക്കതൊന്ന് കാണാം അല്ലേ? തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയം ഉള്ള ദിവസമല്ലേ? അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും. ഇനി അടുത്ത വർഷങ്ങൾ ഇതേപോലെ അടിപൊളിയായിട്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഭഗവാൻ തരട്ടെ.
അവിടുത്തെ കത്തിച്ച് കുട്ടാപ്പി അപ്പൊ അവന്റെ അതെ ഇപ്പോൾ ശ്യാമളാമ്മ കുമാരപ്പാപ്പയുടെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ചിരാത് വെച്ച് നല്ല ഭംഗിയായിട്ട് കത്തിച്ചിട്ടുണ്ട്. കണ്ട വീടിൻ്റെ പുറത്തുള്ള മതിലും ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് ദീപാവലിയുടെ ഏറ്റവും വലിയ രസം അല്ല, ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുക. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും, ഇതിനേക്കാളും ഗംഭീരമായിരിക്കും. എടോ തൻ്റെ വീട് അടിപൊളിയാക്കിയല്ല, താൻ കത്തിച്ചാ ആ ഗംഭീരമായിട്ടുണ്ടല്ലോ.